So hello guys, welcome back. I'm back with my wall. ഒരു ഏകദേശം 10 ദിവസമായിട്ട് നിന്ന് ഇരിയ സമയമില്ലായിരുന്നു. ഇവിടെ അങ്ങനെ അമ്പലത്തിൽ പൂര ഉത്സവമൊക്കെ ആയിട്ട് ആനപ്പുറത്തായിരുന്നു. അല്ല ശരിക്കും ആനപ്പുറത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ വിറ്റൊക്കെ നടന്നായിരുന്നു. ഇത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോരം പൊട്ടനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം. ആനയെ കൊണ്ടുവരുമായിരുന്നു. ആനയെ കൊണ്ടുവരുന്ന സമയം എല്ലാവരും പൂവൊക്കെ എടുത്തെറിയുമായിരുന്നു. ഞാനും അതുപോലെ പൂവൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പുറത്തെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അപ്പുറത്തെ കയ്യിൽ പൂവുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്തെറിഞ്ഞിട്ട് പൂവെടുത്ത് പോക്കറ്റ് വെച്ച്. കള്ളം പറയുമല്ല, കണ്ടു നോക്ക്. വേണ്ട, ഈ സാധനം തെറിച്ചു പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. റീൽസ് പലവിധം ട്രെൻഡുകൾ, ചിലതൊക്കെ നല്ലത്, ചിലതൊക്കെ മോശം. എന്തായാലും എന്തോ പുത്തനായിട്ട് വന്നാലും അധികം അടിച്ചു തൂങ്ങി ഇറങ്ങിക്കോളും. ഇപ്പൊ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ഇതാ. ഇച്ചിരിയുള്ള കുറ്റിമൂടി വന്ന പിള്ളേർ വരെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറുക്കനെ കണ്ടിട്ട് ജോൺസൺ ബേബി പൗഡറിന്റെ മണം ഓർമ്മ വരുന്നു. ഒരു ഫിൽറ്റർ ഇട്ടുകൊണ്ട് താടിക്ക് കൈ വരയ്ക്കാണ്ട് ഇറങ്ങിയേക്കുക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കാൻ തീരുമാനം. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ അടയ്ക്കാനാണ് അവലോകന യോഗത്തിൽ തീരുമാനിച്ചത്. ചോരിദാനത്തിന് വളവിട്ട പോലെ സ്കൂളും അടച്ചിട്ടുണ്ട്. അയ്യോ, ഇനി കേരളവും കർണാടകയൊക്കെ നിന്ന് കത്തും. ഓ, അവൻ പറഞ്ഞതിന്റെ ഷോക്ക് വേവ് ഇന്ന് വരെ അടിച്ച്. അയ്യോ, എന്തോ അത്. അവന്റെ ഫ്രണ്ടിലത്തെ പല്ല് തേഞ്ഞു പോയത് ഇങ്ങനെ ആയിരിക്കും. പിള്ളേരുടെയൊക്കെ ഇളക്കം കണ്ടില്ലേ? ഞാനൊക്കെ ആ കാലത്ത് പാവം പിടിച്ചവൻ ആ ലൂസ് നിക്കറ് ഇട്ടോണ്ട് വലിച്ചു കയറ്റിയിട്ടോണ്ട് അംഗനവാടി ഇരുന്ന് കഞ്ഞി കുടിക്കേണ്ട പ്രായമായിരുന്നു. അപ്പോഴാ ഈ പിള്ളേരൊക്കെ താടിക്ക് കയ്യും കൊടുത്തോണ്ടിരിക്കുന്നത്. ഓ, എന്റെ മോനെ സീൻ. ഓ, എന്റെ മോനെ അല്ലു അർജുനും ഒരു ആക്ടർ ബിനീഷ് മതിയായിരുന്നെന്ന് തോന്നിപ്പോയ നിമിഷമായത്. സത്യമായിട്ട് അണ്ണം വിറപ്പിച്ച് കളഞ്ഞണ്ണ. ഇതിനൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാ. ആ ഒര ചൊരക്ക് അവന്റെ മോണ പറഞ്ഞു പോയനല്ലോ. അതിനകത്തൊന്ന് കമന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് പുഷ്പയല്ല, പൂവാണെന്നാണ്, പുഷ്പമാണെന്നാണ്. അതെ 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 തന്നെ. ആക്ടർ ബിനീഷ് അതിന് വളരെ സൗമ്യമായി പ്രണയ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. നമ്മളെന്തായാലും ഇങ്ങനത്തെ കമന്റിനൊന്നും സപ്പോർട്ടൊന്നും ചെയ്യുമല്ല. എന്നാലും ബിനീഷണം വിറപ്പിച്ചു കളഞ്ഞ്. കാണികളുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന തരത്തിലുള്ള അഭിനയം. അവൻ ആരാണ്ട കണ്ട് പേടിച്ചിരിക്കുക. ആ മുഖത്തെ ബീവൽസം തന്നെ കണ്ടില്ലയോ? അത്യുത്തമനായ ഒരു പുരുഷഭാവം തന്നെ. എവിടാ നോക്കണ്ടെന്ന് അറിയത്തില്ല, എങ്ങനാ ചെയ്യണ്ടെന്ന് അറിയത്തില്ല, എന്തുവാ പറയണ്ടെന്നും അറിയത്തില്ല. ആ പാവത്തിനെ കണ്ടായിരുന്ന ചായ ഏത്തൊക്കെ അപ്പം മേടിച്ചു കൊടുത്ത് വിടായിരുന്നു. കഷ്ടം തോന്നുന്നു എനിക്ക്. പിന്നെ ആ കുഞ്ഞിനെ ആരാടാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഓ ചേടാ, എനിക്ക് വയ്യ. ഈ പിള്ളേരൊക്കെ ആക്ടർ ബിനീഷിന് ഒരു വലിയ ഭീഷണിയായി തീരുമല്ലോ. ഇങ്ങനെ പോയ ആക്ടർ ബിനീഷിന്റെ ഭാവി തന്നെ. പാലാശാജി എണ്ണം വനങ്ങളിൽ പള്ളിവേട്ടക്ക് ഇറങ്ങിയതാ. കണ്ട കാട്ടുപള്ളികളിലൊക്കെ കയറിയിരുന്ന വീഡിയോ എടുത്തോളുക. ഫിൽറ്ററൊക്കെ കൊള്ളാം, കാണാൻ രസമുണ്ട്. പിന്നെ കാട്ടിലെ റേഞ്ചർമാരൊന്നും കാണണ്ട. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ റീൽസ് ഒക്കെ കണ്ടിട്ട് കുറെ നാളായി. ഇപ്പഴാ പറഞ്ഞ കാണുന്നത്. എന്റെ കണ്ണിലെ റെറ്റിനുകൾക്ക് ഇന്നാണ് മോക്ഷം കിട്ടുന്നത്. എന്തായാലും കൊള്ളാം, സമയം പോക്കാം. അത് വികാരമൊന്നും ഇല്ല. ആരോടും ഒരു പരിഭവം ഇല്ലാത്തൊരു ജീവിയാന്ന് തോന്നുന്നു. അമ്പലത്തിലൊക്കെ വലിയ ലോറിയിൽ ഫ്ലോട്ട് വെച്ചോണ്ട് വരും. അതിന്റെ തലയിരുന്ന് ആടുന്ന പോലുണ്ട്. ആ കൊച്ചു പിള്ളേരെക്കാട്ടി കഷ്ടമാണല്ലോ ഇവന്മാരൊക്കെ. ഞാനും ആ വഴി അങ്ങ് പോകുക. ശരിയെന്നാ. അങ്ങനെ 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 ഇപ്പുറത്തോട്ട് അങ്ങനെ അത് തന്നെ. അങ്ങനല്ല, അത് തന്നെ. കുഴപ്പമില്ല, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. നമ്മളും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. സിമ്പിൾ. ഓ ആണ്ടവാ, ഞാനിത് എന്തുവായി കാണുന്നത്? മതി അവന്റെ ആണ്ടവാ ആണ്ടവാ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ പാട്ട് ഇറങ്ങിയത് പിന്നെ എവിടെ നോക്കിയാലും ആണ്ടവയാ. സ്റ്റോപ്പ് ബീങ് സോ പ്രിട്ടി. ഓ നീ എന്തോ നോക്കുന്നേ? അല്ല, ഇന്നെ താളെ കാണാനില്ല, ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. కోక కడితే కొర మంటూ చూస్తారు.
കുഴപ്പം എന്തേലും കുഴപ്പം കാണും. పొట్టి పొట్టి గౌనే వేస్తే పట్టి పట్టి చూస్తారు తట్టులోన ఏముంది അണ്ണാ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സോളോ വൈനർ. വാർത്ത വായിക്കാനല്ല പാട്ട് പാടാനൊന്ന് പുള്ളിയോട് ആരെങ്കിലും പറഞ്ഞു വിടറാ. మీ మగబుద్ధే వంకర బుద్ధి ఊ అంటావా మావా ఊ అంటావా మావా ഇനി അത് ആർക്കും ബുദ്ധിയില്ല. അണ്ണൻ ഇനി മുക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ ചെന്നിരുന്ന് മുക്ക്. ఊ എന്തൊരു കഷ്ടമാന്ന് പറ. രാമായണം മഹാഭാരതം ഒക്കെ വായിച്ചോണ്ടിരിക്കേണ്ട പ്രായം അണ്ട വാ മണ്ട പഠിക്കൊണ്ടിരിക്കുക. ఏ ఊ అంటావా మావా ఊ అంటావా మావా ആ മതി മതി. ഇനി ഇവിടെ ആർക്കും കേൾക്കണ്ട. ഇവിടെ ആർക്കും കേൾക്കണ്ട. ഓ ആണ്ടവാ. ഞാനും ഇനി ആണ്ടവ കളിച്ചോണ്ട് നടക്കാൻ പോകും. അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രത്യേകതരം ജീവിയെ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോക്കോ. ഈ വീഡിയോ ഞെക്കിക്കോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ.